ചുടി നിങ്ങളും വെക്കട്ടെ. നിങ്ങൾ വിധിക്കുന്ന വിദ്യാൽ തന്നെ നിങ്ങൾ വിധിക്കപ്പെട്ടു. നിങ്ങൾ ഇളക്കൊണ്ട് തന്നെ നിങ്ങൾക്കും ഇളങ്ങോട്ടും. നീ സഹോദരന്റെ കണ്ണിലെ കരട് കാണുകയും നിന്റെ കണ്ണിലെ തടിക്കഷ്ണം ശ്രദ്ധിക്കാതെ ഇരിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ട്? അഥവാ നിന്റെ കണ്ണിൽ തടി കഷ്ണം ഇരിക്കെ സഹോദരനോട് ഞാൻ നിന്റെ കണ്ണിൽ നിന്ന് കരടെടുക്കട്ടെ എന്നെങ്ങനെ പറയും? കപട നാട്ടിക്കാര ആദ്യം സ്വന്തം കണ്ണിലെ തടി കഷ്ണം എടുത്തു മാറ്റുക. അപ്പോൾ സഹോദരന്റെ കണ്ണിലെ കരട് എടുത്ത് കളയുവാൻ നിനക്കും കാഴ്ച തെളിയും. വിശുദ്ധമായത് നായ്ക്കൾക്ക് കൊടുക്കരുത്. നിങ്ങളുടെ മുത്തുകൾ പന്നികൾക്ക് ഇട്ട് കൊടുക്കല്. അവ അത് ചവിട്ടി നശിപ്പിക്കുകയും തിരിഞ്ഞ് നിങ്ങളെ ആക്രമിക്കുകയും ചെയ്തേക്കാം. ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും, അന്വേഷിക്കുവിൻ നിങ്ങൾ കണ്ടെത്തും, മുട്ടുവിൻ നിങ്ങൾക്ക് തുറന്നു കിട്ടും. ചോദിക്കുന്ന ലഭിക്കുന്നു, അന്വേഷിക്കുവൻ കണ്ടെത്തുന്നു, മുട്ടുവണ്ണ തൊണ്ണ കിട്ടിന് ചെയ്യുന്നു. മകൻ അപ്പം ചോദിച്ചാൽ കാല് കൊടുക്കുന്ന ആരെങ്കിലും നിങ്ങളിലുണ്ടോ? അഥവാ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കുമോ? മക്കൾക്ക് നല്ല വസ്തുക്കൾ കൊടുക്കണമെന്ന് ദുഷ്ടരായ നിങ്ങൾ അറിയുന്നെങ്കിൽ നിങ്ങളുടെ സ്വർഗസ്ഥനായ പിതാവ് തന്നോട് ചോദിക്കുന്ന അവർക്ക് എത്രയോ കൂടുതൽ നന്മകൾ നൽകും. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്തു തരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതെല്ലാം നിങ്ങൾ അവർക്ക് ചെയ്യും. ഇതാണ് നിയമവും പ്രവാചകന്മാരും. ഇടുങ്ങിയ വാതിലിലൂടെ പ്രവേശിക്കുക. വിനാശത്തിലേക്ക് നയിക്കുന്ന വാതിൽ വിശാലവുമാണ്. അതിലേക്ക് കടന്നു പോകുന്നവർ വളരെയാണ് താൻ. എന്നാൽ ജീവനിലേക്ക് നയിക്കുന്ന വാതിൽ ഇടുങ്ങിയതും വരി വീതി കുറഞ്ഞതുമാണ്. അത് കണ്ടെത്തുന്നവര ചുരുക്കം. ആടുകളുടെ വേഷത്തിൽ വന്ന വാചകന്മാരെ ശുചിച്ചു കൊല്ലുവൻ. ഉള്ളിൽ അവർ കടിച്ചു ചീന്തുന്ന ചെന്നൈക്കളാണ്. അവരെ മനസ്സിലാക്കാം. മുന്തിരിപ്പഴമോ അത്തിപ്പഴമോ പൈക്കാറുണ്ടോ? നല്ല വൃക്ഷം നല്ല ഫലവും ചീത്ത വൃക്ഷം ചീത്ത ഫലവും നൽകുന്നു. നല്ല വിട്ടോ നല്ല ഫലവും ചീത്ത ഫലവും ആകുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലെറിയപ്പെടും. അവരുടെ ഫലങ്ങളിൽ നിന്ന് നിങ്ങൾ അവരെ അറിയും. കർത്താവേ കർത്താവേ എന്ന് വിളിച്ച് അപേക്ഷിക്കുന്നവരല്ല, എന്റെ സ്വസ്ഥാനത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാം. അന്ന് പലരും എന്നോട് ചോദിക്കും, കർത്താവേ കർത്താവേ, ഞങ്ങൾ നിന്റെ നാമത്തിൽ പ്രവർത്തിക്കേ, നിന്റെ നാമത്തിൽ പിശാചുക്കളെ പുറത്താക്കേ, നിന്റെ നാമത്തിൽ നിരവധി അത്ഭുതങ്ങൾ പ്രവർത്തിക്കേ ചെയ്തില്ലേ? അപ്പോൾ ഞാൻ അവരോട് പറയും, നിങ്ങളെ ഞാൻ ഒരിക്കലും അറിഞ്ഞിട്ടില്ല. അനീതിൽ പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നിൽ നിന്ന് അകന്നു പോകുവിൻ. എന്റെ ഈ വചനം ശ്രവിക്കുകയും അവ അനുസരിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണ്ട വിവേകമതിയായ മനുഷ്യനെ തുല്യമായിരിക്കും. മഴ പെയ്തു വെള്ളപ്പൊക്കം ഉണ്ടായി കാറ്റൂരിയാൽ ഭവനത്തിന്മേൽ ആനടിച്ചു, എങ്കിലും അത് വീണില്ല. എന്തുകൊണ്ടെന്നാൽ അത് പാറമേൽ പതിനപ്പെട്ടതായിരുന്നു. എന്റെ വചനം കേൾക്കുകയും എന്നാൽ അതനുസരിക്കാതിരിക്കുകയും ചെയ്യുന്നവൻ മണപ്പുറത്ത് ഭവനം പണിത ഭോഷണം തുല്യനായിരിക്കും. മഴ പെയ്തു വെള്ളപ്പൊക്കമുണ്ടായി കാറ്റൂരി അത് ഭവനത്തിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിന്റെ വീഴ്ച വലുതായിരുന്നു. ഈ
ഈശോ ഈ വചനങ്ങൾ അവസാനിപ്പിച്ചപ്പോൾ ജനാവലി അവന്റെ പ്രലോഭനത്തെ പറ്റി വിസ്മയിച്ചു. അവരുടെ നിയമജ്ഞാന പോലെയല്ല, അധികാരമുള്ളവനെ പോലെയാണ് അവൻ പഠിപ്പിച്ചത്.